എല്ലാവരുടെയും ക്രിസ്മസ് സെലിബ്രേഷനെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ന്യൂ ഇയർ ഉള്ളു വന്നത്. നമുക്ക് ന്യൂ ഇയറിന് ഒരു കേക്ക് ഉണ്ടാക്കാം. ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണ കേക്ക് വാനില സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഈ കേക്കിലേക്ക് മുട്ടയൊക്കെ ചേർത്തിട്ടാണ് ഈ കേക്ക് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. മുട്ട ചേർത്തിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ മിക്കവരും പറയുന്ന ഒരു പരാതിയാണ് മുട്ടയുടെ സ്മെല്ല് കേക്കിൽ നന്നായിട്ട് വരണിട്ടുണ്ട്. അപ്പൊ ഇന്ന് അതേപോലെ സ്മെല്ലൊന്നും വരാത്ത തരത്തിലുള്ള ഒരു കേക്കാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. ഈ കേക്ക് ഓവനിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഇത് ഞാനിവിടെ കുക്കറിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഈ കേക്കിന്റെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കേക്കാണത്. അപ്പൊ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാന്ന്. ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോറോ എന്നാലും മതി. അത് രണ്ടും സെയിം തന്നെയാണ്. അപ്പൊ ഞാനിവിടെ മൈദപ്പൊടി ഒരു കപ്പാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ മെഷറിംഗ് കപ്പിൽ നമ്മൾ പൊടി എടുക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ വടിച്ചിട്ട് എടുക്കണം. അപ്പോഴായിരിക്കും കറക്റ്റ് അളവായിട്ട് കിട്ടുക. ഇതേപോലെ ഇങ്ങനെ എടുക്കണം. പിന്നെ 3 മുട്ട വേണം. ഈ കേക്കിലേക്ക് ഓയിലാണ് ചേർക്കണത്, ബട്ടർ അല്ല ചേർക്കണത്. അത് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ചേർക്കാം. ഒലിവ് ഓയിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒലിവ് ഓയിലും ചേർക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അതിപ്പോൾ ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. ഓയിലും ഞാനിവിടെ ഒരു കപ്പിലാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ തന്നെയാണ് ഓയിലിൻ്റെ അളവ് കൊടുത്തേക്കുന്നത്. അത് ഒരു കപ്പ് ഓയിൽ എടുക്കണം. പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ വേണം. ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ പഞ്ചസാര വേണം. പഞ്ചസാര എടുക്കുമ്പോൾ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് എടുക്കുക. ഞാനിവിടെ കണ്ട ഇതേപോലെ മിക്സിയിൽ ഇട്ടിട്ട് നല്ല പൊടിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് 3/4 കപ്പ് പഞ്ചസാര വേണം. ഇപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്കും മധുരം വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്താലും കുഴപ്പമില്ല. പക്ഷേ 3/4 കപ്പ് പഞ്ചസാര ചേർക്കുമ്പോഴായിരിക്കും കേക്കിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ പൊടിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പൊടിച്ചെടുത്തിട്ടുള്ള അളവാണ് പറയണത് 3/4 കപ്പ് പഞ്ചസാര. പിന്നെ കേക്കിലേക്ക് നമ്മൾ മുട്ട ചേർക്കുമ്പോൾ ആ മുട്ടയുടെ സ്മെല്ല് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു വലിയൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഈ നാരങ്ങയുടെ ഈ പുറത്തെ ഈ മഞ്ഞ കളർ കാണുന്നില്ലേ, ഇത് ഞാൻ കേക്കിലേക്ക് ചേർക്കുന്നുണ്ട്. അത് നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക. ഈ പുറത്തെ ഈ മഞ്ഞ കളർ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഈ മഞ്ഞ കളർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ള കളർ ഉണ്ടാവും, അത് ചേർക്കരുത്. അത് ചേർത്തിട്ടുണ്ടെങ്കിൽ കേക്കിന് കയ്പ്പരസം വരും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ നാരങ്ങയുടെ പകുതി നാരങ്ങ എടുത്തിട്ട് ആ നാരങ്ങയുടെ നീരും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ നാരങ്ങയുടെ പുറത്തെ തൊണ്ട് ഞാൻ ഈ നാരങ്ങയുടെ ഫുള്ളായിട്ട് പുറത്തുള്ള തൊണ്ട് എടുക്കും. അത് 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. പിന്നെ പകുതി നാരങ്ങയുടെ നീരും ചേർക്കണം. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും വേണം. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയും ഓയിലും പഞ്ചസാരയും കൂടിയിട്ട് ഇതേപോലെ ഇങ്ങനെ കൈകൊണ്ട് ബീറ്റ് ചെയ്യണം. ഇതേപോലത്തെ ബീറ്റർ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അല്ലെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതായിരുന്നാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത് വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. ഈ പാത്രത്തിലേക്ക് 1 കപ്പ് ഓയിൽ ചേർക്കുക. അപ്പോൾ നിങ്ങൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കറക്റ്റ് അളവിൽ എടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് ശരിയായിട്ട് വരുള്ളൂ. കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്. ചെറിയ അളവിലൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ കേക്ക് ശരിയായിട്ട് വരില്ല. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ഓയിൽ ഇപ്പോൾ ഇത്ര വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചിട്ടുണ്ടെങ്കിലും ആ കേക്ക് അത്രയ്ക്കാണ്ട് സോഫ്റ്റ് ആയിട്ട് വരില്ല. ഇതിലേക്ക് 3 മുട്ട ചേർക്കാം. അപ്പോൾ കേക്കിൽ ഓയിൽ കൂടുതൽ ചേർക്കണുണ്ടെങ്കിലും കേക്ക് നമ്മളെല്ലാവരും ഓരോ കഷ്ണമൊക്കെയല്ലേ കഴിക്കുള്ളൂ. ഇതിലേക്ക് 3/4 കപ്പ് പൊടിച്ച് വെച്ചേക്കണ പഞ്ചസാര ചേർക്കാം. ഇനി ഇത് 3ഉം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇത് ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇത് ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നീക്കി വയ്ക്കാം. ഇനി നമുക്ക് ഈ നാരങ്ങയുടെ ഈ പുറത്ത് ഈ തൊണ്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കില്ലേ, ഇങ്ങനത്തെ ഇതാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ നിങ്ങൾ ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണം, എന്തായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ചെറുതിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഈ നാരങ്ങയുടെ ഈ പുറത്തെ മഞ്ഞ കളർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കേക്കിന് കൈപ്രസം വരും. പിന്നെ നിങ്ങൾ നാരങ്ങ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ എടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ എടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വാങ്ങിച്ചു വെച്ചിട്ട് വാടിയിരിക്കുന്ന നാരങ്ങയൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് സ്മെല്ല് ഉണ്ടാവില്ലല്ലോ. വേണ്ട, ഇത് നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ പുറത്തെ തൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഈ അടിയിലേക്ക് ചെല്ലുമ്പോൾ ഒരു വെള്ള കളർ പോലെ ഉണ്ടല്ലോ, അത് ഗ്രേറ്റ് ചെയ്യരുത്. ജസ്റ്റ് ഈ പുറത്തെ മഞ്ഞ കളർ മാത്രം എടുക്കുക. ഇപ്പോൾ നമ്മൾ ടേബിൾ സ്പൂണിൽ എടുക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ടേബിൾ സ്പൂണിൽ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നിറച്ച് അമർത്തിയിട്ട് എടുക്കണ്ട കേട്ടോ. ഏകദേശം ഒരു അളവിന് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. വേണ്ട, ഇത്രയ്ക്ക് വേണം. ബേക്കിംഗ് പൗഡർ ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. നമുക്കൊരു അരിപ്പയിലേക്ക് മൈദപ്പൊടി ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർക്കാം. ഇതേപോലെ ഇങ്ങനെ അരിപ്പയിൽ മിക്സ് ചെയ്തിട്ട് ചേർക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബേക്കിംഗ് പൗഡർ സെപ്പറേറ്റ് ആയിട്ട് ഇടാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കട്ട പിടിച്ച പോലെ കിടക്കും. ഫസ്റ്റ് പകുതി ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതും ചേർക്കാം. ഞാനിവിടെ ഇതേപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഈ ബാക്കിയുള്ളതും കൂടി ചേർക്കാം. അപ്പോൾ ഇതിനകത്ത് മൈദപ്പൊടിയും പിന്നെ ബേക്കിംഗ് പൗഡറൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. അല്ലെങ്കിൽ ആ ഉപ്പ് നമ്മളിപ്പോൾ മൈദപ്പൊടിയുടെ കൂടെ ബേക്കിംഗ് പൗഡറും ചേർത്തില്ലേ, അതിൻ്റെ കൂടെ ഈ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് അങ്ങനെ അരിപ്പയിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്താലും മതി. ഇതേപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മാത്രം നാരങ്ങ നീരും പിന്നെ ആ നാരങ്ങയുടെ തൊണ്ടും ചേർത്താൽ മതി. നാരങ്ങയുടെ തൊണ്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ചേർക്കാം. മിക്സ് ചെയ്യുക. ഈ കേക്കിൻ്റെ മിക്സൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാത്രം മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതിയും ചേർക്കാം. ഇതിൻ്റെ നീരും കൂടി ചേർക്കാം. കഴിക്കാൻ മിക്സ് ചെയ്യണം. ഇതിലേക്ക് വാനില എസൻസും ചേർക്കണം. വാനില എസൻസ് ഞാനിതിലേക്ക് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. വാനില എസൻസിൻ്റെ എക്സ്ട്രാക്റ്റ് കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. അത് നിങ്ങളെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വാനില എസൻസിൻ്റെ ടേസ്റ്റ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. കാരണം അതിൻ്റെ അളവ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് കറക്റ്റായിട്ട് പറയാം. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ എടുക്കണ വാനില എസൻസിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. ചിലത് അത്രയ്ക്ക് അങ്ങോട്ട് ഒറിജിനലായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർക്കാം. വാനില എസൻസ് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേക്ക് ടിന്നിലേക്ക് ഒഴിക്കുക. നിങ്ങളുടെ അടുത്ത് ബേക്ക് ചെയ്യേണ്ട ബേക്ക് ടിന്നില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ സ്റ്റീലിൻ്റെ പാത്രങ്ങളിൽ ഒഴിച്ചാലും കുഴപ്പമില്ല. അതിനകത്ത് വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുക. പക്ഷേ നമ്മൾ എടുക്കണ പാത്രത്തിൽ ഈ മിക്സിങ് ഒരു 3/4 ഭാഗം വേണം. എന്നാൽ മാത്രമല്ലേ നമ്മുടെ കേക്കിന് അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പാത്രം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. സ്റ്റീലിൻ്റെ ഏത് ടൈപ്പ് പാത്രമായിരുന്നാലും കുഴപ്പമില്ല. നമ്മുടെ നാട്ടിൽ സ്റ്റീലിൻ്റെ ഇങ്ങനെ കോപ്പാന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ പാത്രമോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റീലിൻ്റെ ചോറുണ്ണാൻ എടുക്കുന്ന പാത്രമൊക്കെ ഉണ്ടല്ലോ, കുറച്ച് കുഴിയുള്ളത്, അങ്ങനത്തെ പാത്രങ്ങളായിരുന്നാലും കുഴപ്പമില്ല. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബേക്ക് ടിന്നിലേക്ക് ഒഴിക്കുക. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ ബേക്ക് ടിന്നാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ബട്ടർ പേപ്പർ വയ്ക്കുക. ഇതേപോലെ ബട്ടർ പേപ്പർ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ കേക്കിൻ്റെ അടി നമുക്ക് കരിഞ്ഞ് പോകാണ്ട് കിട്ടുകയും ചെയ്യും. കേക്ക് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഈസി ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ബട്ടർ പേപ്പർ വയ്ക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കേക്കിൻ്റെ മിക്സ് ഒഴിക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാനിവിടെ ബട്ടറൊന്നും തേച്ച് കൊടുക്കണില്ല. തേച്ച് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് മിക്സ് ഒഴിക്കുക. അപ്പോൾ മിക്സ് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ റിബൺ വീഴുന്ന പോലെ വീഴണം.
നമ്മൾ എടുക്കുന്നത് എല്ലാ അളവും കറക്റ്റാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഈ പാത്രത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഉണ്ടല്ലോ, ഇതേപോലെ ഒരു മുക്കാൽ ഭാഗം വരുന്ന പാത്രത്തിൽ വേണം നിങ്ങൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എയറൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇതൊന്നും കൂടി നല്ല കറക്റ്റ് ലെവലായിട്ട് വരികയും ചെയ്യും. ഈ കേക്ക് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ കേക്ക് ഞാനിവിടെ കുക്കറിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അല്ലെങ്കിൽ ഈ സെയിം ബാറ്റർ തന്നെ നമുക്ക് ഓവനിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഓവനിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 375 ഫാരൻഹൈറ്റിൽ വെക്കാം. സെൻറ്റിഗ്രേഡിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 185 സെൻറ്റിഗ്രേഡിൽ വെക്കാം. കറക്റ്റ് ടൈം എനിക്ക് അത്രയ്ക്ക് കറക്റ്റായിട്ട് അറിയില്ല, അത് നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് വെക്കാം. ഈ കുക്കർ നികത്തിയിട്ട് ഉപ്പ് ചേർക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ബേക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിരുന്ന ഉപ്പ് നമുക്ക് പിന്നെ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ ചിലപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ചിലപ്പോൾ കേക്ക് ബേക്ക് ചെയ്തപ്പോൾ ചിലപ്പോൾ അതിന് പുകച്ചുക വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഉപ്പിനും ഒരു ബാഡ് പൊട്ട സ്മെല്ലുണ്ടാവും. അപ്പോൾ ആ ഉപ്പ് മാറ്റിയിട്ട് പുതിയ ഉപ്പ് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഈ ഉപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ നികന്നിരിക്കണം ഉപ്പ്, അതനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഈ തീ ഓണാക്കാം. ഈ ഉപ്പ് നന്നായിട്ട് ചൂടാവണം. ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു ബേസ് വെച്ച് കൊടുക്കണം. ബേസ് വെക്കുമ്പോൾ കുറച്ചിങ്ങനെ പൊന്തി നിൽക്കണ തരത്തിലുള്ള എന്തെങ്കിലും ബേസ് വെക്കുക. എന്തെങ്കിലും ഒരു സ്റ്റീലിൻ്റെ പോണി ഉണ്ടല്ലോ, അത് കമത്തി വെച്ചാൽ മതി. കാരണം ഈ ഉപ്പിനോട് ചേർന്ന് നിൽക്കണ്ട, കുറച്ച് പൊന്തിച്ചിട്ട് വെക്കുക. ഉപ്പ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് വെച്ചാൽ മതി. തീ നന്നായിട്ട് കൂട്ടി വെച്ച് കൊടുക്കാം. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മളിങ്ങനെ കൈ വെച്ച് നോക്കുമ്പോൾ നല്ല ചൂട് വരും. നമ്മളിങ്ങനെ കൈ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ബേസ് വയ്ക്കാം. ഞാനിവിടെ ഒരു 5 മിനിറ്റ് തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഇതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പോണിയാണ് വെക്കുന്നത്. അത് കറക്റ്റ് ഒന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. വെക്കുമ്പോൾ കൈ സൈഡിൽ തട്ടാണ്ട് സൂക്ഷിച്ച് വെക്കാം. പിന്നെ കുറച്ച് പൊന്തി ഇരിക്കുമ്പോഴായിരുന്നാലും നമുക്കിത് വെക്കാനായിരുന്നാലും കുറച്ചും കൂടി എളുപ്പമായിരിക്കും, എടുക്കാനായിരുന്നാലും എളുപ്പമായിരിക്കും. ഈ കുക്കർ അടച്ച് വയ്ക്കുക. അടച്ച് വയ്ക്കുമ്പോൾ ഇത് ഞാൻ മാറ്റണില്ല കേട്ടോ, ഈ റിങ് അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ കുക്കറിൻ്റെ ഉള്ളിൽ ചൂട് നിൽക്കില്ല. കുക്കറിൻ്റെ മുകളിൽ വിസിൽ മാറ്റിയിട്ടുണ്ട്. ആ വിസിൽ മാറ്റിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഈ കുക്കറിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മൾ കൈ തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂട് വരണം. അങ്ങനെ ചൂട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ തീ കുറച്ച് വെക്കണം. വലിയ ബർണറൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിനേക്കാളും കുറച്ചും കൂടിയും കുറച്ച് വെക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്കിൻ്റെ അടിഭാഗം പെട്ടെന്ന് അങ്ങോട്ട് റെഡിയാവും. പിന്നെ മോൾ ഭാഗം അങ്ങോട്ട് വെന്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ അടിഭാഗം കരിഞ്ഞ പോലെ വരികയും ചെയ്യും. അപ്പോൾ ചെറിയ ബർണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. വലിയ ബർണറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയത്തിൽ നിന്നും പതുക്കെ ഒന്ന് കുറച്ചിട്ട് വെക്കുക. വീണ്ടും മുകളിൽ തൊട്ട് നോക്കുമ്പോൾ നല്ലൊരു ചൂട് വരണം. നല്ല ചൂട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചാൽ മതി. അല്ലെങ്കിൽ മിക്കവരും പറയുന്ന ഒരു പരാതിയാണ് കേക്കിൻ്റെ അടിഭാഗം ഒക്കെ റെഡി ആയിട്ട് വരും, അതിൻ്റെ സെൻറ്ററിലും റെഡി ആയിട്ട് വരും, മോൾ ഭാഗം കൊണ്ട് വേവാത്ത പോലെ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുമെന്ന്. അത് കേക്ക് മോൾ ഭാഗം ശരിക്കും റെഡി ആവാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. നമ്മൾ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് വരുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. പക്ഷേ കുക്കറിൽ വെക്കുമ്പോൾ തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ തൊട്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ചൂട് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ തീ കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പം എൻ്റെ ഈ ബർണർ വലിയ ബർണറാണ്. അപ്പോൾ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിനേക്കാളും കുറച്ചും കൂടിയും കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 423 നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത്. ഇനി എത്ര സമയമാവും എന്നുള്ളത് ഞാൻ ലാസ്റ്റ് ആകുമ്പോൾ കാണിക്കാം കേട്ടോ. ഇപ്പോൾ സമയം 5:45 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ കേക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ കേക്ക് കുക്കറിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 1 മണിക്കൂറും 20 മിനിറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ തീ അങ്ങനെ കൂട്ടി വയ്ക്കരുത്. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കേക്കിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. ഈ മോൾ ഭാഗം നമുക്ക് ശരിക്കാണ്ട് റെഡി ആയിട്ട് കിട്ടില്ല. ഈ മോൾ ഭാഗത്തിൻ്റെ ഇവിടെയായിട്ട് അങ്ങോട്ട് ശരിക്കും വെന്തില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചൂടോട് കൂടിയിട്ടിരിക്കുമ്പോൾ ഈ കേക്ക് ഇതേപോലെ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പൊന്തിയിരിക്കും. പക്ഷെ ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ കേക്ക് താഴത്തേക്ക് ഇരുന്ന് പോകും.
അപ്പോൾ ചിലർ പറയാറുണ്ട് കേക്കിൻ്റെ മോൾ ഭാഗം ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക, അല്ലെങ്കിൽ കേക്ക് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കേക്ക് താഴത്തേക്ക് ഇരുന്ന് പോയി എന്നൊക്കെ പറയാറുണ്ട്. അത് കേക്ക് ശരിക്കും വേവാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. കേക്കിൻ്റെ ഈ നടുവിൽ ശരിക്കും വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ കേക്ക് താഴത്തേക്ക് ഇരുന്ന് പോകും. അല്ലെങ്കിൽ മോൾ ഭാഗം ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേക്കിൻ്റെ മോൾ ഭാഗം ശരിക്കും റെഡി ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് നമ്മൾ കുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ട് വരും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ശരിക്കും അങ്ങോട്ട് റെഡി ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ കേക്കിൻ്റെ ഈ സൈഡിലേക്ക് കണ്ട നല്ലൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഇതേപോലെ കേക്കിൻ്റെ സൈഡിൽ നല്ലൊരു ഗോൾഡൻ കളർ വരണ വരെ ഇതേപോലെ നിങ്ങൾ കുക്കറിൽ വെച്ചിട്ട് ഇങ്ങനെ ബേക്ക് ചെയ്തിട്ട് എടുക്കണം. എന്നാൽ മാത്രമേ ആ കേക്ക് റെഡി ആയിട്ട് കിട്ടുള്ളൂ. ഈ കേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കേക്ക് കുക്കറിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെക്കണം. ഈ കേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഈ കേക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക. ഈ കേക്ക് ഞാൻ ബേക്കാൻ വേണ്ടിയിട്ട് വെച്ചപ്പോൾ ആ പാത്രം അത്രയ്ക്കൂടെ കറക്റ്റ് ലെവലായിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഒരു സൈഡ് കുറച്ചൊന്ന് ലെവലല്ലാണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ വയ്ക്കുമ്പോൾ കറക്റ്റ് ലെവലിൽ വയ്ക്കുക. ഈ കേക്ക് നമുക്ക് കട്ട് ചെയ്യാം. കേക്ക് കണ്ട ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ന്യൂ ഇയർ ഒക്കെയാണല്ലോ വരുന്നത്. ഒരു ദിവസം നേരത്തെ റെഡി ആക്കിയിട്ട് വെക്കുക. കാരണം കേക്ക് ഒരു ദിവസം ഇരുന്ന് കഴിയുമ്പോഴായിരിക്കും കേക്കിന് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക.